ആരാ അവള്? വലിയ MLA വന്നിരിക്കണു. ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ഒരു രാഷ്ട്രീയക്കാരി. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സിദ്ധാർത്ഥൻ സാറിന്റെ വാക്കിന് പോലും വിലവെച്ചിട്ടില്ല അവള്. ചക്രവട്ടത്തിൽ കൈയിട്ടാലേ നക്കുന്നുള്ളത് ശരിയാ. മുമ്പിൽ പണം വന്ന് കയറിയപ്പോഴേ തട്ടി മാറ്റാൻ തോന്നി കാണില്ല. അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ? ഞാൻ ബഹളം വെക്കും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവളോട്. അമ്മ, ദേവിക എങ്ങനെ കൈക്കൂലി അഴിമതിയൊന്നും ചെയ്യുന്ന ആളല്ല. ഈ പ്ലാന്റ് സമൂഹത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നിക്കാണും. ഈ പ്ലാന്റ് നാട്ടുകാർക്കല്ല ആവശ്യം, ദേവിയേക്കും ചുറ്റുപാട് നിൽക്കുന്നവർക്കാ. അതിവിനയം കാണിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ സത്യ. ഏതോ അഴിമതിക്കാരുടെ ചട്ടുകായി മാറിപ്പോയി ചന്ദ്രോത്ത മരുമോള്. ഓ, എന്നാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ മാറുവോ? അമ്മേ മതി. എന്ത് മതിയെന്ന്? നീ അവളെ അനുകൂലിക്കും, കാരണം ശമ്പളം തരുന്ന അവളല്ലേ. പക്ഷെ ഞാൻ പറയും, തക്കതായ എന്തോ ഒരു കാരണമില്ലാതെ ദേവിക ഇതുപോലൊരു കാര്യത്തിന് അനുകൂലിക്കില്ല. അതെ, എവിടുന്ന് ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്. ആ സമ്മർദ്ദം വന്നു, കാശിന്റെ സമ്മർദ്ദം. ഓ, എന്നാലും അവള് കാശിന് വേണ്ടി ഇങ്ങനെ ആക്രാന്തം കാണിക്കാൻ പാടില്ലായിരുന്നു. മുരളേട്ടാ, ദേവികയ്ക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒപ്പിട്ടതിൽ ദേവികയ്ക്ക് നല്ല പശ്ചാത്താപമുണ്ട്. എന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. നല്ല കുടുംബത്തിൽ പറഞ്ഞവരെ അഴിമതിക്കാരാവുമ്പോ അങ്ങനെയാ, നന്നായിട്ട് അഭിനയിക്കും. ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലേ അത് ആ കണ്ണീരിൽ അങ്ങ് മാച്ചു കളയും. അല്ല മുരളേട്ടാ, ഈ മാലിന്യ പ്ലാന്റ് വരുന്നതില് ദേവിക എന്തെങ്കിലും നല്ല വശം കണ്ടിട്ടുണ്ടോ? അതിലൊരു നല്ല വശമില്ല. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത പ്രോജക്റ്റ്. പിന്നെന്തിനാ ദേവിക ഇതിൽ ഒപ്പിട്ട? അല്ല, ഗവൺമെന്റ് മാറുമ്പോ അന്വേഷണമൊക്കെ വന്നാ കുഴപ്പമാവില്ലേ? അല്ല, പ്ലാന്റ് വേണോന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അതുണ്ടാവുമല്ലോ. അമ്മ തല്ലിയാലും രണ്ടു പക്ഷമല്ലേ. പിന്നെ സിറ്റിയിലുള്ള കുറച്ചു പേർ ഈ പ്ലാനിനെ അനുകൂലിക്കും. സിറ്റിയിലുള്ളവർക്കേ സ്വന്തം ഫ്ലാറ്റിലെ മാലിന്യം പാവങ്ങളെ നാട്ടിൽ കൊണ്ടേ തട്ടിയാ മതിയല്ലോ. MLAക്കെതിരെ ചില സംഘടനകള് സമരത്തിനിറങ്ങുമെന്ന് കേൾക്കുന്നു. ആ, ഇറങ്ങണം. സമരത്തിന് മുന്നിൽ ഞാനും ഉണ്ടാവും. നാട് ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമരെങ്കിൽ സമരം. ഈ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? വിഷമം ഉണ്ടാവും മുരളേട്ടാ. നാട്ടുകാരുടെ മുന്നില് ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞ് നടന്നതല്ലേ. ഇപ്പൊ തന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയോ വിളിച്ച് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്തു.